അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ടാബ് വെച്ചിട്ട് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വരാം. അതിൽ ഞങ്ങൾ ഫ്രാഗ്മെന്റ്സ് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് കാണുന്നുണ്ട്. രണ്ട് ഫ്രാഗ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് മെയിൻ ആക്ടിവിറ്റിയിൽ ഡിസ്പ്ലേ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ അത് പോയി കണ്ടിട്ട് ഇങ്ങോട്ട് വരാം. അപ്പൊ ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാബ് വ്യൂ വെച്ചിട്ട് ഞങ്ങൾക്ക് രണ്ട് ടാബ് ഉണ്ടാവും ഇവിടെ. എന്ന് പറഞ്ഞാൽ രണ്ട് ബട്ടൺസ് പോലെ. ഇതില് ഇവിടെ ഹോം, ഇവിടെ അബൌട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഹോം നിൽക്കുമ്പോൾ ഈ ഒരു ആക്ടിവിറ്റി കാണാൻ പറ്റും, അബൌട്ട് നിൽക്കുമ്പോൾ ഇത് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു സംഭവം ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പൊ ഡിഫോൾട്ട് ആയിട്ട് ഞങ്ങൾ കഴിഞ്ഞ കോഡിൽ ചെയ്തേക്കുന്ന സംഭവം ഞങ്ങൾക്ക് കളയാം. അപ്പൊ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാനായിരുന്നല്ലോ. അപ്പൊ അത് ഇനി ഞങ്ങൾക്ക് വേണ്ടത് ഈ ആക്ടിവിറ്റിയുടെ റിക്വയർമെന്റ് വേറെ ആണല്ലോ. അപ്പൊ അത് കളയാം. ലീനിയർ ലേഔട്ട് ഞാൻ എടുത്തത് മാർക്ക് വരും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കളയാം. അത് XML ഇവിടെ തന്നെ ജസ്റ്റ് ഡിലീറ്റ് ബട്ടൺ നിൽക്കി കഴിഞ്ഞാൽ അത് പോകും. ഇവിടെ വരിക, ഡിലീറ്റ് നിൽക്കുക. ഓക്കെ, അപ്പോൾ അത് ഡിലീറ്റ് ആയി. ഇനി ഞങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കൺവേർട്ട് ടു കൺസ്ട്രെയിന്റ് ലേഔട്ട് ആക്കാം. ഇനി ലീനിയർ ആവശ്യമില്ല ഞങ്ങൾക്ക്. അപ്പോൾ കൺസ്ട്രെയിന്റ് ആക്കി അവിടെ വെച്ചു. ഇനി ഞങ്ങൾക്ക് ഫസ്റ്റ് വേണ്ടത് ഇവിടെ ടാബ് ലേഔട്ട് ആണ്. അപ്പോൾ ടാബ് ലേഔട്ടിന് വേണ്ടി ഇവിടെ വന്നിട്ട് ടാബ് ലേഔട്ട്, ടേബിൾ അല്ല, ടാബ് ലേഔട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഇവിടെ ഇത് കണ്ട ഈ ഒരു സംഭവം ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ മൺഡേ ട്യൂസ്ഡേ എന്നുള്ളത് മാറ്റിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാം. ഹോം അബൌട്ട് എന്ന് പറഞ്ഞിട്ട് വെക്കാം. അപ്പൊ ഇത് നിൽക്കുമ്പോൾ അത് സ്വിച്ച് ആയിട്ട് വരുന്ന രീതിയിൽ. അപ്പൊ ഇത് കൺസ്ട്രെയിൻസ് കൊടുക്കാം. അതിനാദ്യം ടോപ്പിലൊരു 8 നിൽക്കട്ടെ, പിന്നെ ഹൊറിസോണ്ടലി അലൈൻ ചെയ്തേക്കാം. ഓക്കെ, വേണമെങ്കിൽ അതിന് ഒരു 8 വെച്ചിട്ട് മാർജിനും കൊടുത്തേക്കാം. അതിന്റെ ID കൊടുക്കുന്നത് സൂക്ഷിച്ചു കൊടുക്കുക. അത് ഞങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള സംഭവമാണ്. അപ്പൊ ID ഞാനിവിടെ ടാബ്സ് തന്നു കൊടുത്താൽ മതി. ID ടാബ് കൊടുത്ത് അകത്ത് വേറൊന്നും അതിൽ പ്രത്യേകിച്ച് മാറ്റം വരുത്താൻ എന്തെങ്കിലും ഉണ്ടോ? വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കൊടുത്തേക്കാം. ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇല്ല, അത് അങ്ങനെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് വേണ്ടത് ഞങ്ങൾക്ക് വ്യൂ പേജർ ആണ്. ഇവിടെയുള്ള ആക്ടിവിറ്റി, ഇവിടെ ടാബ് ലേഔട്ടിന്റെ അടിയിലുള്ള സംഭവങ്ങളില്ലേ, അത് ഞങ്ങൾക്ക് ഈ ഫ്രാഗ്മെന്റ്സ് റെൻഡർ ചെയ്യണം അവിടെ. അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾക്ക് വന്നത് വ്യൂ പേജർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. വ്യൂ പേജർ 2 എന്ന് പറഞ്ഞിട്ട് ഇതൊരു എന്താ പേജസ് മാറ്റാൻ വേണ്ടി, പേജസ് സ്വിച്ച് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം. അപ്പൊ അത് കൺസ്ട്രെയിന്റ് ചെയ്യുമ്പോൾ നോക്കുക, കൺസ്ട്രെയിന്റ് റാപ്പ് കണ്ടന്റ് കൊടുക്കുക. ഇപ്പൊ തൽക്കാലം റാപ്പ് കണ്ടന്റ് ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്യാൻ വേണ്ടി മാത്രം. എന്നിട്ട് ഇത് വരേണ്ടത് ടാബിന്റെ ഒരു 16 മാർജിൻ കൊടുത്തിട്ട് വരിക. പിന്നെ അടിയിൽ 0 തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ അടിയിൽ വേണമെങ്കിലും ഒരു 8 കൊടുത്തേക്കാം. പിന്നെ അത് ഹൊറിസോണ്ടലി അലൈൻ ചെയ്തിട്ട് 8. ഇനി ഞങ്ങൾക്ക് 0 കൊടുക്കാം, മാച്ച് കൺസ്ട്രെയിന്റ് കൊടുക്കാം. അതായത് മാച്ച് കൺസ്ട്രെയിന്റ്. അപ്പൊ ഈ ഒരു ഡിസ്പ്ലേയിൽ ഞങ്ങളുടെ ആക്ടിവിറ്റീസ് നമ്മൾ ടാബ് സ്വിച്ച് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഹോം നിൽക്കുമ്പോൾ ആ ഹോം വരെ ഇവിടെ, അയ്യോ എന്തിട്ടി, അപ്പൊ ഹോം നിൽക്കുമ്പോൾ ഹോമിന്റെ ഇത് ഇവിടെ റെൻഡർ ആവും. പിന്നെ നെക്സ്റ്റ് അബൌട്ടിന്റെ അവിടെ വരും. പിന്നെ XML ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് ഹാർഡ് കോഡ് ടെക്സ്റ്റ് ഇപ്പൊ നോക്കണ്ട, അത് ഞങ്ങൾ എന്തായാലും ജാവ കോഡ് വെച്ചിട്ട് മാറ്റാൻ പോണേ. ഓക്കെ, അപ്പൊ XMLന്റെ എഡിറ്റിംഗ് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് മെയിൻ ആക്ടിവിറ്റി ചെയ്യണ മുമ്പ് ഞങ്ങൾക്കൊരു ക്ലാസ് വേണം. ഞാൻ ബേസിക് ലോജിക് പറയാം. അപ്പൊ ഫസ്റ്റ് ഒരു ക്ലാസ് വേണം ഞങ്ങൾക്ക്. ഇവിടെ ന്യൂ ജാവ ക്ലാസ് വെച്ചിട്ട് ഒരു ക്ലാസ് ഫയൽ വേണം. അത് എക്സ്റ്റെൻസ് ജാവ ഓൾറെഡി ഉള്ള ഒരു ക്ലാസ് ഉണ്ട്, ഫ്രാഗ്മെന്റ് സ്റ്റേറ്റ് അഡാപ്റ്റർ എന്ന് പറഞ്ഞിട്ട്. ആ അഡാപ്റ്ററിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ക്ലാസ് ഉണ്ടാക്കണം. അതിൽ ഞങ്ങൾ സ്പെസിഫൈ ചെയ്യും ഈ എന്താ സ്വിച്ച് കേസ് വെച്ചിട്ട് ഏതൊക്കെയാണ് റെൻഡർ ആവേണ്ടത് എന്നുള്ളത്. ഇപ്പൊ ഹോം ആക്ടിവിറ്റി സ്വിച്ച് 0, ഇൻഡെക്സ് 0 നമുക്ക് ഹോം ആക്ടിവിറ്റി ചെയ്യണം, ഇൻഡെക്സ് 1 അബൌട്ട് ആക്ടിവിറ്റി ചെയ്യണം. ആക്ടിവിറ്റി അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഫ്രാഗ്മെന്റ് ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഞങ്ങൾക്ക് അഡാപ്റ്റർ സെറ്റ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി ഇവിടെ വന്നിട്ട് ന്യൂ ജാവ ക്ലാസ്, എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ചെയ്യണത് എന്താ ടാബ് ലേഔട്ട് അഡാപ്റ്റർ മീഡിയേറ്റർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് വെച്ചിട്ട് നമ്മുടെ ടാബ്സും ഈ വ്യൂ പേജറും കൂടെ സിങ്ക് ചെയ്യും. അന്നാലാണ് നമ്മൾ ആ ഒരു ടാബ് നിൽക്കുമ്പോൾ
ഒരു ഫ്രാഗ്മെന്റ് കാണിക്കുന്നത്, മറ്റേ ടാബ് നിൽക്കുമ്പോൾ മറ്റേ ഫ്രാഗ്മെന്റ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് നമ്മുടെ കസ്റ്റം അഡാപ്റ്റർ ക്ലാസ് ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടി ക്ലാസ് നെയിം ഞങ്ങൾക്ക് വേണമെങ്കിൽ ടാബ് അഡാപ്റ്റർ എന്ന് തന്നെ കൊടുക്കാം. ടി ക്യാപിറ്റൽ ടാബ് അഡാപ്റ്റർ. ഓക്കെ, എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റെൻസ് ഫ്രാഗ്മെന്റ് സ്റ്റേറ്റ് അഡാപ്റ്റർ കണ്ടോ. അഡാപ്റ്ററിന്റെ സ്പെല്ലിംഗ് ഞാൻ കൊടുത്തത് മാറിപ്പോയില്ലേ. ഫ്രാഗ്മെന്റ് സ്റ്റേറ്റ് അഡാപ്റ്റർ. അപ്പോൾ അത് മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറയും എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന്. അത് ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മതി. പിന്നെ ചിലപ്പോൾ കൺസ്ട്രക്ടറും വരും, ക്രിയേറ്റ് കൺസ്ട്രക്ടർ, അതും കൊടുത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ആ ബേസ് നമ്മുടെ കസ്റ്റം അഡാപ്റ്റർ ക്ലാസ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തുള്ള ഫങ്ഷൻസ് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്രിയേറ്റ് ഫ്രാഗ്മെന്റ് കണ്ടോ, എനിക്ക് ഒരു പൊസിഷൻ കിട്ടും. അപ്പോൾ ആ പൊസിഷൻ വെച്ചിട്ട് ഞങ്ങൾ ഒരു സ്വിച്ച് കണ്ടീഷൻ എഴുതണം. സ്വിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 0-ൽ ഞങ്ങൾക്ക് ഫസ്റ്റ് വേണ്ടത് ഹോം ആക്ടിവിറ്റി ആണ്, ഹോം ഫ്രാഗ്മെന്റ് ആണ്. 1 വരുമ്പോൾ എന്താ എബൌട്ട് വരണം. അപ്പോൾ 0-ഉം 1-ഉം ഞാൻ പറയാൻ കാരണം ഞങ്ങൾക്ക് ആകെ 2 ടാബ്സേ ഉള്ളൂ. അപ്പോൾ ടാബ്സിന്റെ ഇൻഡെക്സ് 0-ഉം 1-ഉം ആണ്. 0-ൽ വരുന്നത് ഹോമും 1-ൽ എബൌട്ടും, അങ്ങനെ. അപ്പോൾ എന്നിട്ട് സ്വിച്ചിൽ ഞങ്ങൾക്ക് അറിയാലോ ഡിഫോൾട്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ എന്ത് വെക്കും, ഡിഫോൾട്ട് ആയിട്ട് ഹോം ആണല്ലോ വേണ്ട, ഹോം വെക്കും, വേണമെങ്കിൽ എബൌട്ട് വെക്കാം. അപ്പോൾ ഫംഗ്ഷൻ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തു. ഫംഗ്ഷൻ അല്ല, അതിൻ്റെ അകത്തുള്ള കോഡ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ ചെയ്യണത് ഞാൻ പറയാം. പൊസിഷൻ വെച്ചിട്ട് സ്വിച്ച് ചെയ്തു. കേസ് 0-ൽ റിട്ടേൺ ന്യൂ ഹോം ഫ്രാഗ്മെന്റ്. ഈ ക്ലാസ് ഞങ്ങൾ ഇവിടുത്തെ മാച്ച് ആവണം ഈ ഫ്രാഗ്മെന്റിന്റെ ക്ലാസ് ആയിട്ട്. എന്നിട്ട് കേസ് 1 ആണെങ്കിൽ റിട്ടേൺ ന്യൂ എബൌട്ട് ഫ്രാഗ്മെന്റ്, നേരത്തെ പറഞ്ഞ തന്നെ. പിന്നെ ഡിഫോൾട്ട് ആയിട്ട് ഹോം ഫ്രാഗ്മെന്റ് വെച്ച്. പിന്നെ ഇവിടെ ഗെറ്റ് കൗണ്ടിന്റെ സ്ഥലത്ത് ഞങ്ങൾ മാറ്റിയിട്ട് 2 ആക്കണം. നമുക്ക് എത്ര കൗണ്ട് ഉണ്ട്, എത്ര ഫ്രാഗ്മെന്റ്സ് ഉണ്ടെന്നുള്ളത്. ഞങ്ങൾക്ക് 2 ഫ്രാഗ്മെന്റ്സ് ഉള്ളൂ, ഹോമും എബൌട്ടും. അപ്പോൾ 2 കൊടുക്കുക. അപ്പോൾ കസ്റ്റം അഡാപ്റ്ററിന്റെ അത്രേ ഉള്ളൂ എഡിറ്റ്. നെക്സ്റ്റ് ഞങ്ങൾക്ക് മെയിൻ ആക്ടിവിറ്റിയിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ടാബ് അഡാപ്റ്റർ ഞങ്ങൾ ഉണ്ടാക്കി. ഇനി വ്യൂ പേജറും ടാബ് അഡാപ്റ്ററും ഇവിടെ ലിങ്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള കോഡായിരിക്കും മെയിൻ ആക്ടിവിറ്റിയിൽ ചെയ്യണത്. ഫസ്റ്റ് ഞങ്ങൾക്ക് മെയിൻ ആക്ടിവിറ്റിയിലുള്ള ഈ IDs, ഇതിന് നമ്മൾ ID കൊടുത്തില്ലായിരുന്നല്ലേ, ഇതിന്റെ ID വ്യൂ പേജർ അല്ലേ. അപ്പോൾ വ്യൂ പേജർ തന്നെ കൊടുക്കാം, വ്യൂ പേജർ. ഓക്കെ, അപ്പോൾ ഈ വ്യൂ പേജറിന്റെയും ടാബ്സിന്റെയും ID, ടാബ്സിന്റെ ഓൾറെഡി ഞാൻ കൊടുത്തായിരുന്നു. അപ്പോൾ ആ 2 ID വെച്ചിട്ട് ഞങ്ങൾക്ക് ആദ്യം ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം അതിന്റെ. ഓക്കെ, ടാബ് ലേഔട്ടിന്റെ ഒരു ഒബ്ജക്റ്റ്, വ്യൂ പേജർ 2യുടെ ഒരു ഒബ്ജക്റ്റ്. വ്യൂ പേജർ 2 എനിക്ക് തോന്നുന്നു അപ്ഡേറ്റഡ് വെർഷനിൽ കാണും, ചിലപ്പോൾ അത് വേറെ എന്തെങ്കിലും ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ കാണിക്കണം. അപ്പോൾ വ്യൂ പേജറും ടാബ് ലേഔട്ടും ക്രിയേറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നമ്മുടെ കസ്റ്റം അഡാപ്റ്ററിന്റെ അതിന്റെ ഒരു ഒബ്ജക്റ്റ് കൂടെ വേണം. സ്പെല്ലിംഗ് ഞാൻ കൊടുത്തേക്കുന്നത് മാറിപ്പോയത്, ടാബ് അഡാപ്റ്റർ TOR എന്നാണ് കൊടുത്തേക്കുന്നത്, ശരിക്കും TER അല്ലേ വരണ്ടേ. അപ്പോൾ പ്രൈവറ്റ് ടാബ് അഡാപ്റ്റർ അതിന്റെ ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ 3 ഒബ്ജക്റ്റ് ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ഞാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് ഡിക്ലറേഷൻ മാത്രം. എന്നിട്ട് ഈ ഒരു പാർട്ട് കഴിയുമ്പോൾ വന്നിട്ട് അതിന് അസൈൻമെന്റ് കൊടുക്കുക. ഇപ്പോൾ ടാബ് ലേഔട്ട് ഈസ് ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ ID എന്നുള്ള മെത്തേഡ് വെച്ചിട്ട് r.id. എന്തായിരുന്നു, ടാബ്സ് എന്നല്ലേ കൊടുത്തേക്കണേ, ടാബ്സ്. പിന്നെ അതേപോലെ തന്നെ വ്യൂ പേജറിന് വ്യൂ പേജർ ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ ID r.id. വ്യൂ പേജർ തന്നെ കൊടുത്തത്. അത് രണ്ടും IDs ഞങ്ങൾക്ക് കിട്ടി. ഇനി അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് കണ്ടന്റ് വരുത്തണമല്ലോ. അതിനുവേണ്ടി ഞങ്ങൾക്ക് ഈ വ്യൂ പേജറിന് അഡാപ്റ്റർ ഏതാണെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പം അതിനുവേണ്ടി ആദ്യം ഞങ്ങൾക്ക് ടാബ് അഡാപ്റ്ററിന്റെ ഒബ്ജക്റ്റ് ഞങ്ങൾ ഇനിഷ്യലൈസ് ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾ ഡിക്ലെയർ ചെയ്ത് അസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ടാബ് ലേഔട്ട് അല്ല, ടാബ് അഡാപ്റ്റർ ഈക്വൽ ടു ന്യൂ ടാബ് അഡാപ്റ്റർ. അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് കൺസ്ട്രക്ടറിൽ ചോദിക്കണം എന്താ, കോണ്ടെക്സ്റ്റ് ആയിരിക്കുള്ളൂ മിക്കവാറും. ഫ്രാഗ്മെന്റ് ആക്കിയിട്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ദിസ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇവിടെ കോണ്ടെക്സ്റ്റ് ഫ്രാഗ്മെന്റ് ആക്ടിവിറ്റി ചെയ്താന്നുള്ളത്. അപ്പോൾ അത് കൊടുത്ത് എന്നിട്ട് ഞങ്ങൾക്ക് വ്യൂ പേജറിന് പറഞ്ഞു കൊടുക്കണം, അതാണ് അഡാപ്റ്റർ നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ളത്. വ്യൂ പേജർ ഡോട്ട് സെറ്റ് അഡാപ്റ്റർ ടാബ് അഡാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ട് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇനി
ടാബ്സ് സെറ്റ് ചെയ്യണം. ടാബ്സിന്റെ അകത്തുള്ള കണ്ടന്റ് ഇല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഏതായിരുന്നു, ഇവിടെ ഞങ്ങൾ ഹാർഡ് കോഡ് ടെക്സ്റ്റ് ആയിട്ട് വെക്കൂല. പകരം ഞങ്ങൾ ജാവ കോഡ് വെച്ചിട്ട് ഇവിടെ ഞങ്ങൾക്ക് ഹോമും അബൌട്ടും എന്ന് പറഞ്ഞ് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, മറ്റേ എവിടെ ഇത്, ആ ഈ ഒരു സെക്ഷനിൽ മീഡിയേറ്റർ എന്ന് പറഞ്ഞ ടാബ് മീഡിയേറ്റർ എന്ന് പറഞ്ഞ സംഭവം വെച്ചിട്ട് ഈ വ്യൂ പേജറിന്റെ അഡാപ്റ്ററും നമ്മുടെ ടാബ്സും വെച്ചിട്ട് സിങ്ക് ചെയ്യും. എന്നാലാണ് നമ്മൾ ഇപ്പൊ ഹോം നെക്കി കഴിഞ്ഞാൽ ഹോം പേജ് റെൻഡർ ആവണത്, അബൌട്ട് നെക്കി കഴിഞ്ഞാൽ അത് റെൻഡർ ആവണത്. അപ്പൊ ടാബ് മീഡിയേറ്റർ വേണം. നമുക്ക് ന്യൂ ടാബ് ടാബ് ലേഔട്ട് മീഡിയേറ്റർ ആണ്. ടാബ് ലേഔട്ട് മീഡിയേറ്റർ. അപ്പൊ അതിന്റെ അകത്ത് ഞങ്ങൾക്ക് ഇത് കണ്ടില്ലേ, ഈ കൺസ്ട്രക്ടർ, അതിന്റെ കൺസ്ട്രക്ടറിന്റെ അകത്ത് ഞങ്ങൾക്ക് പാസ് ചെയ്ത് കൊടുക്കണം കുറച്ച് വാല്യൂസ്. ഒരു സെക്കൻഡ്, എന്തോ വെറുതെ. ഓക്കെ, അപ്പൊ പാസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മുടെ ടാബ് ലേഔട്ട് പാസ് ചെയ്ത് കൊടുക്കണം. അതിനകത്താണ് നമ്മുടെ ടെക്സ്റ്റ് ഉള്ളത്, ഹോമും അബൌട്ടും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ടാബ് ലേഔട്ട് പാസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾക്ക് ഏതിലോട്ടാ അത് സിങ്ക് ചെയ്യേണ്ടത് എന്നുള്ളത്, വ്യൂ പേജർ ആയിട്ടല്ലേ സിങ്ക് ചെയ്യേണ്ടത്. അതായത് ടാബ് ലേഔട്ടിൽ ടെക്സ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ വ്യൂ പേജറിനെ സിങ്ക് ചെയ്യണം. അപ്പൊ വ്യൂ പേജർ, ലാസ്റ്റ് ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷനിലായിരിക്കും നമ്മൾ ഈ സിങ്ക് ചെയ്യണതിന്റെ ലോജിക്ക് എഴുതുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഞങ്ങൾക്ക് ലാംഡ ഫംഗ്ഷൻ ആയിട്ട് കൊടുക്കാം. ലാംഡ ഫംഗ്ഷന്റെ സിൻടാക്സ് ലാംഡ അല്ലല്ലോ അതിന് പറഞ്ഞത്, ആരോ ഫംഗ്ഷൻ, ആരോ ഫംഗ്ഷൻ എന്ന് പറയാം. ഇങ്ങനെ മറ്റേ വി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കൂലേ. അപ്പൊ ഇതിന്റെ അകത്ത് ഞങ്ങൾ പാരാമീറ്റേഴ്സ് വരും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും അതിന്റെ കൺസ്ട്രക്ടറിന്റെ അകത്ത് ഞങ്ങൾ പാസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടാബ് ലേഔട്ട് തന്നെ കൊടുക്കുക, നെക്സ്റ്റ് വ്യൂ പേജർ, പിന്നെ ലാസ്റ്റ് അത് വേണമെങ്കിൽ നെക്സ്റ്റ് ലൈനിൽ എഴുതാം. ഇവിടെ ആയിട്ട് എഴുതാം. സെക്കൻഡ് പേസ്റ്റ് ചെയ്തെന്തോ മാറിപ്പോയോ. ഓക്കെ, ഇതാണ് അതിന്റെ കോഡ്. അപ്പോൾ ടാബ് ലേഔട്ട് കൊടുത്ത് വ്യൂ പേജ് കൊടുത്ത് പിന്നെ ഞങ്ങൾക്ക് അതിന്റെ ഒരു മെത്തേഡ് വരുന്ന പറഞ്ഞില്ലേ, അതിനകത്ത് ഞങ്ങൾക്ക് ടാബ് ഏത് ടാബാന്നുള്ളതും പൊസിഷൻ എന്നുള്ളതും. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ നേരത്തെ ഇവിടെ ചെയ്ത പോലെ തന്നെ ഏതായിരുന്നു, ഇവിടെ ചെയ്ത തന്നെ പൊസിഷനിൽ 0 ആണെങ്കിൽ ഹോം ഫ്രാഗ്മെന്റ്, 1 ആണെങ്കിൽ അബൌട്ട് ഫ്രാഗ്മെന്റ് ആണ് കൊടുത്തേക്കണം. അപ്പൊ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, പൊസിഷൻ 1ല് ഞങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് എന്താ, ഹോം എന്നല്ലേ, ഹോം. പൊസിഷൻ 1ല് വരേണ്ടത് എന്താ, അബൌട്ട്. അത്രേ ഉള്ളൂ. എന്നിട്ട് ലാസ്റ്റ് ഒരു അറ്റാച്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടെ കൊടുക്കുക. ഇത് കഴിയുമ്പോൾ ഞങ്ങളുടെ ടാബ് ലേഔട്ടും വ്യൂ പേജറുമായിട്ട് സിങ്ക് വന്നിട്ടുണ്ട്. മീഡിയേറ്റർ വെച്ചിട്ട് ഞങ്ങൾ സിങ്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലോഞ്ചിങ് ഓൺ ഡിവൈസസ്, ഞാൻ ഡിവൈസ് മാറ്റിയായിരുന്നു. മറ്റേ നേരത്തെ വെച്ചേക്കണ പിക്സല് ഭയങ്കര റാം കൺസ്യൂം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു ചെറിയ ഡിവൈസ് വെച്ചിട്ട് അതിന്റെ ഇവിടെ ഫ്രെയിം മാറ്റിയായിരുന്നു, ഷോ ഡിവൈസ് ഫ്രെയിം ഉള്ളത് മാറ്റിയായിരുന്നു. ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, നോക്കട്ടെ, ലോഞ്ച് ആവട്ടെ. ഓക്കെ, ലോഞ്ചായി. ഇത് കണ്ടോ, അബൌട്ട് ഹോം. അപ്പൊ ഈ ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. 2 ഫ്രാഗ്മെന്റ്സ് ഉണ്ടാവും. ഞങ്ങൾക്ക് ടാബ് വെച്ചിട്ട് വ്യൂ പേജർ വെച്ചിട്ട് അതിന്റെ അകത്തുള്ള കണ്ടന്റ് റെൻഡർ ചെയ്യും. എന്നിട്ട് അബൌട്ട് നിൽക്കുമ്പോൾ അതിന്റെ അബൌട്ട് ഫ്രാഗ്മെന്റ് വരും, ഹോം നിൽക്കുമ്പോൾ ഹോം ഫ്രാഗ്മെന്റ് വരും. അപ്പൊ ഈ ഒരു എന്താ പറയണ ഫ്രാഗ്മെന്റ്സിന്റെ ഇനി എന്താ പറയണ വേറെ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ഇട്ടാൽ മതി. മെയിൻ ആയിട്ട് ഈ ടാബ് മാത്രം വരാറുള്ളൂ. ബട്ടൺസ് വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. അതുകൊണ്ടാണ് ഞാൻ ടാബ് ലേഔട്ട് തന്നെ ചൂസ് ചെയ്തത്. ടാബും ഫ്രാഗ്മെന്റ്സ് അവിടെ തീർന്നു. ഇനി നെക്സ്റ്റ് മിക്കവാറും ഏതായിരിക്കും, ഒരു ബേസിക് ആയിട്ടുള്ള ഏതെങ്കിലും പ്രോഗ്രാം നോക്കാം. ഇപ്പൊ കാൽക്കുലേറ്റർ ഒക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഞാൻ നോക്കട്ടെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.